ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിവാഹമെന്ന കൂദാശയുടെ ആന്തരിക സൗന്ദര്യം വളരെയധികം വ്യക്തമാക്കുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഈശോയെ പരീക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വിവാഹമോചനം എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഈശോയുടെ പരിസയർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? നിയമപുസ്തകത്തെ അടിസ്ഥാനമാക്കി തന്നെ ഈശോ ഇതിന് ഉത്തരം നൽകുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 27 വാക്യവും 2 അധ്യായം 24 വാക്യവും ഉദ്ധരിച്ചുകൊണ്ട് ഈശോ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. ഈശോ പറയുന്നു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും. ഈശോ ഇത് പറയുമ്പോൾ വിവാഹമെന്നത് ആദ്യം മുതലുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വചനം വീണ്ടും വീണ്ടും നമുക്ക് ധ്യാനിക്കുമ്പോൾ ദൈവമാണ് ഈ കുടുംബമെന്ന സംവിധാനം ആദിയിലെ സ്ഥാപിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് ഈശോ പറയുകയാണ്, ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈ ദൈവികമായ സംവിധാനത്തിൽ മനുഷ്യൻ്റെ സ്വാർത്ഥത കൊണ്ട് മാനുഷികമായ ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഈശോ പറയുന്നത്. അതായത് വിവാഹമോചനത്തെ ഈശോ പ്രത്യക്ഷത്തിൽ തന്നെ എതിർക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ തുടർന്ന് പിന്നീട് ഇതിനൊരു സാധുത ഈശോ നൽകുന്നത് പരസംഗം എന്ന പാപത്തിലൂടെയാണ്. ഈശോ പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഈശോയോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് ഇത് ഉൾക്കൊള്ളുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ളതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ടല്ലോ, ഭാര്യ ഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദമെന്ന്. ഇവിടെ ഈശോ പറയുന്നു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിവാഹമെന്ന കൂദാശയുടെ ആന്തരിക സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ദൈവികമായ കൃപാവരത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ വ്യക്തതയോടുകൂടി തന്നെ വിവാഹമെന്ന ഈ കൂദാശയിലേക്ക് ദമ്പതികളെ തമ്പുരാൻ ഒരുക്കുന്നത്. കുടുംബമെന്ന ഈ സംവിധാനത്തിൽ ജനിച്ചു വളരുന്ന മക്കൾ തങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹവും പരിചരണവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ വിവാഹമെന്ന കൂദാശയോടുള്ള അവരുടെ ആദ്യത്തെ പഠനം ആരംഭിക്കുന്നു. തുടർന്ന് സഭ മതപഠനം നൽകുന്നു, വിശ്വാസ ബോധ്യങ്ങളിലൂടെ അവരെ ഉറപ്പിക്കുന്നു. അവർ വിവാഹ പ്രായമെത്തുമ്പോൾ വിവാഹത്തിന് ഏറ്റവും അടുത്ത ഒരുക്കമായിട്ട് ഈ കൂദാശയെ പരിചയപ്പെടുത്തുന്നു. ഈ കൂദാശയുടെ അനുഗ്രഹങ്ങളും കൃപാവരങ്ങളും എല്ലാം ഇവരെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പായിട്ടുള്ള മനസ്സമ്മതം ദമ്പതികൾ പൂർണ്ണ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഇതിലേക്ക് കടന്നു വരുന്നത് എന്ന ഒരു ഒരുക്കത്തിന് കാരണമാകുന്നു. വിവാഹ ഉടമ്പടിയിൽ തന്നെ ഇത് വളരെ പ്രകടമാണല്ലോ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ചാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. സ്വതന്ത്ര മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടിയാണ് ദമ്പതികൾ ഇതിലേക്ക് പ്രവേശിക്കുന്നത്, ഈ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് വിവാഹത്തിൻ്റെ വിവിധങ്ങളായ അടയാളങ്ങളും ഇവയെല്ലാം എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ഐക്യത്തിൻ്റെ പ്രതീകമാണല്ലോ താലി എന്ന് പറയുന്നത്. ദമ്പതികൾ തമ്മിലുള്ള അഭേദ്യമായ സ്നേഹവും പൂർണ്ണമായ വിശ്വസ്തതയിൽ അവരെ ബന്ധിപ്പിക്കുന്നതിൻ്റെയും അടയാളമായി ഈ താലി ഇവർക്കിടയിൽ നിലകൊള്ളുന്നുണ്ടല്ലോ. ദമ്പതികൾ കൈമാറുന്ന മോതിരം പരസ്പര വിശ്വസ്തതയുടെ അടയാളമല്ലേ? കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രമായി മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന മന്ത്രകോടിയിലൂടെയെല്ലാം, ഇങ്ങനെയുള്ള അടയാളങ്ങളിലൂടെയെല്ലാം ദമ്പതികളെ പരിചയപ്പെടുത്തുന്നത് കൃപാവരത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൽ വേണമെന്ന് തന്നെയാണ്. കൃപാവരത്തിൽ ഇവരെ ഒരുക്കുന്നതാണ് വിവാഹമെന്ന കൂദാശയുടെ ഓരോ പ്രാർത്ഥനകളും. വിവാഹമെന്ന കൂദാശയിൽ വൈദികൻ്റെ ആശീർവാദ പ്രാർത്ഥനയിൽ തന്നെ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ദമ്പതികൾക്ക് നൽകുന്നത്. ആന്തരികമായ സൗന്ദര്യം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ സമ്പന്നരാക്കുന്നു. മിശിഹായുടെ വലിയമായ സംരക്ഷണം അവരുടെ മേലുണ്ടാകുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും ഈശോയുടെ കൃപ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. മാനസികവും ശാരീരികവുമായ ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടി, ഭൗതികമായ സുസ്ഥിതി ലഭിക്കുന്നതിന് വേണ്ടി, മക്കളെ ലഭിക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം മക്കളെ വിശുദ്ധിയിൽ വളർത്തുന്നതിന് വേണ്ടിയുള്ള കൃപാവരത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വൈദികൻ പ്രത്യേകമായിട്ട് ദമ്പതികൾക്ക് വേണ്ടി ഈ ആശീർവാദ പ്രാർത്ഥന നടത്തുമ്പോൾ സഭ മുഴുവൻ്റെയും വലിയ പ്രാർത്ഥന ഇത് തന്നെയാണ്. ഈ കൃപാവരത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഇവർക്ക് ലഭിക്കട്ടെ എന്ന്. തീർച്ചയായിട്ടും ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരൊക്കെയും
പ്രത്യേകമായിട്ട് ഈ ആന്തരികമായ ഒരുക്കത്തിലൂടെ വിവാഹത്തിലേക്ക് കടക്കുവാൻ സാധിക്കട്ടെ. വിവാഹ ജീവിതം ജീവിച്ചു പോകുന്ന ഓരോ ദമ്പതികളും ഓരോ പ്രാവശ്യവും അവരുടെ വിവാഹ ഉടമ്പടി നവീകരിക്കുമ്പോൾ ഈ പ്രാർത്ഥനകളിലൂടെ എല്ലാം ഒന്നുകൂടെ കടന്നു ചെല്ലുമ്പോൾ വീണ്ടും വീണ്ടും ഒരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവം അവർക്ക് ലഭിക്കട്ടെ. നമ്മുടെ സഭയിൽ വിഭാവനം ചെയ്യപ്പെടുത്തിയിരിക്കുന്ന ഈശോ സ്ഥാപിച്ചിരിക്കുന്ന ഈ കൂദാശ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് ജീവിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. പ്രത്യേകമായിട്ട് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ കൂടുതൽ കരുത്താർജിക്കുന്നതിന് വേണ്ടി ദൈവ കൃപാവരങ്ങൾ ധാരാളം ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.